വാട്സ്ആപ്പ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? സുഖമാണോ? സോ ഇന്ന് തൊട്ട് നമ്മളുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അക്കാര്യങ്ങൾ വഴിയെ പറയാം. ലെറ്റ്സ് ഗോ. സോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, ഇന്ന് എൻ്റെ കൂടെ വേറൊരാളുണ്ട്, എൻ്റെ അനിയൻ ആദ്യം. സോ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താടാ, വെജ് ചാലഞ്ച്. 24 hours വെജ് ചാലഞ്ച് ആണ്. ഇന്ന് ഫുള്ളും ഞങ്ങൾ വെജ് മാത്രമേ കഴിക്കത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ ഗായ്സ്. നീ ചാലഞ്ച് ചെയ്യിക്കൂ. സത്യം? ഉറപ്പ്? ഉറപ്പ്. എന്നെ തോപ്പിക്കും. അഥവാ നീ തോറ്റ എന്ത് ചെയ്യും? ഞാൻ തോറ്റ ഒരു ഫുൾ മുളക് തിന്നു. ആദ്യമൊക്കെ തോറ്റാ തിന്നു. എന്തൊരിത്, ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. ആദ്യമൊക്കെ തോറ്റാ രണ്ടെണ്ണം. അതല്ല, ഒരെണ്ണം മതി. ഒന്ന്. ഓക്കെ. ചെറുക്കൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തോറ്റ് കഴിഞ്ഞ് ചാലഞ്ച് തോറ്റ് കഴിഞ്ഞാൽ അവനൊരു മുളക് ഫുള്ള് തിന്നും. അല്ലെ ഞാൻ തോറ്റ ഞാൻ 2 അല്ലെങ്കിൽ 1 മുളക് തിന്നണം എന്നാണ്. കുഴപ്പമില്ല, ചാലഞ്ച് അക്സെപ്റ്റ്. പിന്നെ നമ്മളിത് ചിക്കൻ മേടിച്ച് വെച്ചിരിക്കുന്ന കാര്യം അവൻ അറിഞ്ഞിട്ടില്ല. ഉമ്മ ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാനെന്തായാലും നോക്കത്തില്ല. ഇനി അവൻ തിന്നോ ഇല്ലയോ എന്നാണ് അറിയുന്നത്. സോ ഗൈസ്, ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. സോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ് ഇറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ വെറൈറ്റി സംഭവങ്ങളാണ് തിന്നുന്നത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ടൈപ്പ് ഓഫ് മാങ്ങ പൊട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും മാങ്ങയും പൊട്ടും കൂടെ ഇൻ്റർമിക്സ് ചെയ്തൊരു കോമ്പിനേഷൻ സംഭവമാണ്. പിന്നെ ഇവൻ ശർക്കര പുട്ട്. എന്തെങ്കിലും ആഡ് ചെയ്തിരുന്നു. ഇതിനകത്ത് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്, ഏത്തക്ക ആഡ് ചെയ്തിട്ടുണ്ട്, പുട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വാവ്, പുട്ട് വെച്ചങ്ങ് മറന്നു കേട്ടോ. ആദ്യം പുട്ട് മറന്നുപോയി. കഴിഞ്ഞ് തുടങ്ങാം. ഇപ്പൊ തന്നെ ഗൈസ് ഞങ്ങൾ കഴിച്ചു തരാറായി. ഞാൻ കഴിച്ചു തരാറായി. ബ്രേക്ക്ഫാസ്റ്റ് ആയോളൂ. ഇനി ലഞ്ച് കിടക്കുന്നു, ഡിന്നർ കിടക്കുന്നു. അതും ലഞ്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഏത്തക്ക ഏത്തക്കാണ്, കുനുകുന ഏത്തക്ക. ഇതാണ് സ്പെഷ്യൽ ഏത്തക്ക. സോ ഗൈസ്, നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി കഴിച്ച പാത്രം കഴുകി വെക്കാം. ഇവിടെ പാത്രം കഴിഞ്ഞിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പാത്രം എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇത്തിരി സ്നാക്സ് ആവും. സ്നാക്സ് വേണ്ടി നമ്മൾ മാങ്ങ ഞങ്ങൾ മുളക് പൊടി, ഉപ്പ്, എണ്ണയൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് കഴിക്കുവാണ്. ഇപ്പൊ ഒരു 12-12:30 ഉണ്ട്. നമുക്ക് ചോറ് കഴിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറാണ്. ചോറ് പ്ലസ് സാമ്പാർ ആൻഡ് വേറെ എന്തെങ്കിലും കഴിച്ചു തരാം. ബീട്രൂട്ട്. കറി മിക്സ് ചെയ്യും. നമ്മൾ ഏകദേശം കഴിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ലെറ്റ്സ് ഗോ. ഇപ്പൊ ലഞ്ചിന്റെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നർ. അപ്പൊ ഡിന്നറിന്റെ സമയത്ത് ഉമ്മ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിലറിഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ ഈ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും അവൻ ഉറപ്പായിട്ടും ഈ ഒരു ചാലഞ്ചിന് മാറും. അപ്പൊ എനിക്കത് കാണണം, അത് അറിയണം. അവൻ മാറില്ല, എന്തായാലും ഞാൻ മാറത്തില്ല. നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇപ്പോൾ ഒരു 10 മണിയുണ്ട്. സോ നമുക്ക് ഡിന്നർ കഴിക്കാം. ഡിന്നറിന് ഐ തിങ്ക് എന്തുവാ, പിന്നെ നമ്മൾ ദോശയും സാമ്പാറും. അട്ട കോമ്പിനേഷൻ. ഇതൊരിക്കലും ആരും കഴിക്കാത്തൊരു കോമ്പിനേഷനാണ്. എന്തായാലും നമുക്ക് കഴിച്ചോ. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ ഡിന്നറും കൂടെ കഴിച്ച് ചാലഞ്ച് തീർക്കാൻ പോവുകയാണ്.
ദോശയും സാമ്പാറും വളരെ സിമ്പിൾ. ഇതൊക്കെ എന്ത് ഇതിലൊക്കെ പറയണതില്ലേ? ഞാൻ പറയാനില്ല. ഇതിനെക്കാട്ടി നല്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യായിരുന്നല്ലേ. അത് നിർത്താം. അതില് ഭയങ്കര കുരുത്തക്കേട കഴിച്ചു. ഡേ ഇൻ മൈ ലൈഫ് ചെയ്തായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി കാര്യങ്ങൾ ഞാൻ താടിയായിരുന്നു. Little secrets. ഞാനിവിടെ തിന്നിട്ടാറായി. അവൻ ഒരു ദോശ കൊണ്ട് ഇരിക്കുന്നത് എന്നിട്ട് തിന്നിരാറായി. എനിക്ക് ഒരു ദോശയെ കൊടുത്തു. നമ്മൾ ദോശയൊക്കെ തിന്ന് കൈയും കഴുകി പാത്രം കഴുകി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരാളെ കാണാനില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി എത്തി നോക്കിയപ്പോൾ ഒരു സംഭവമുണ്ട്. നിങ്ങളെ കൂടെ കാണിച്ചു തരാം. വെയിറ്റ്. പൊക്കടാ അതില്ലേ നിന്നെ. അവനെ നമ്മൾ കയ്യോടെ പൊക്കിയെങ്കിലും അവൻ്റെ ഒരു കൊച്ചിറക്കാനായതുകൊണ്ട് നമുക്ക് അവൻ്റെ പണിഷ്മെൻ്റ് ഒന്നും മാറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ബ്ലോഗ് വരികയാണ്, ആദ്യത്തെ ചാലഞ്ച് വരികയാണ്. ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രം അവൻ്റെ പണിഷ്മെൻ്റ് ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, നമുക്ക് അവനെ പറ്റിക്കാം. ലെറ്റ്സ് ഗോ. അതിലേ വാടാ. ജിനി ഇപ്പരല്ലേ ഞങ്ങളെ കയ്യോടെ പൊക്കിയത്. ഇതിനെ അങ്ങനെ അടിച്ചേ ലാസ്റ്റ് മതി ചിക്കൻ എന്തിനാ പണിഷ്മെന്റ് തരണ്ടേ? എന്തായിരുന്നു പണിഷ്മെന്റ്? മുളക് എടുത്തോണ്ടോ എടുക്കാൻ പോയാൽ തിരിച്ചു വന്നിട്ടുണ്ട്. മുളക് കാണിച്ചു പോലെ കണ്ടേ, ഉള്ളതിൽ വലിയൊരു മുളകാണ് കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള മുളക് കൊണ്ടുവന്നത്. നമ്മൾ ആദ്യത്തെ ബ്ലോഗും ചാലഞ്ച് ആയതുകൊണ്ട് ഈ ഒരു മുളക് എടുത്തോണ്ട് നീ പറയില്ലേ ഈ പണിഷ്മെന്റ് നിനക്ക് തരുന്നില്ല, ഈ പണിഷ്മെന്റ് നിനക്ക് തരുന്നില്ല എന്ന് എന്തെങ്കിലും പറയണ്ട. എനിക്ക് നല്ല സന്തോഷമുണ്ട്. സന്തോഷം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയും ഇതാണ് കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ കമന്റ് ചെയ്യണേ. ബൈ ബൈ.